ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഹാസുൽ ബൈ റേഹാ മാഷിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ പുഗ്ഗിയിലുള്ള ഫാൻസിയിലോട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ കളക്ഷൻസ് ഉണ്ടോ ഇല്ലേന്നൊക്കെ. അപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് തന്നെ കുറേ ബാഗ്സും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്. പിന്നെ മുമ്പിൽ തന്നെ പൊതി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറിപ്പോയി. അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഉണ്ടോ ഇല്ലേന്നൊക്കെ നോക്കാം. പിന്നെ ബാഗ് അങ്ങനത്തെ ഐറ്റംസ്, പൗച്ച് അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നോട്ട് ബുക്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നോട്ട് ബുക്സ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നോട്ട് ബുക്സ് എനിക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ ബില്ലിംഗ് കൗണ്ടറിൽ ഒരുപാട് നോട്ട് ബുക്സ് വെച്ചിട്ടുണ്ടായിരുന്നു, എജുമാർട്ടിൻ്റെയൊക്കെ. അപ്പം ഞാനതിൽ നിന്ന് മേടിച്ചു. അങ്ങനെ ഒരുപാട് മേടിച്ചു. നല്ല ക്യൂട്ട് നോട്ട് ബുക്സ് ആയിരുന്നു കേട്ടോ, അതിൻ്റെ ചട്ടമൊക്കെ കാണാൻ. ബട്ട് നമ്മളിത് റോൾ ചെയ്യും, കാരണം പൊതിയും. അപ്പോൾ ഞാൻ കുറച്ച് 5 നോട്ട് ബുക്ക്, 6 നോട്ട് ബുക്ക്, ഈ നോട്ട് ബുക്കൊക്കെ എൻ്റെ ബുക്കിന് അനുസരിച്ച് ഞാൻ നോട്ട് ബുക്സ് എടുത്തു കേട്ടോ. എനിക്ക് കുറച്ചൊക്കെ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോട്ട് ബുക്സൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് റൺസ് അവിടെ ഇങ്ങനെ ഓരോ കളികൾ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നോട്ട് ബുക്സൊക്കെ എടുത്തു ലാസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത സാധനം എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത നോട്ട് ബുക്സ്. അപ്പോൾ ക്യൂട്ടായിട്ടുണ്ടല്ലേ. അങ്ങനെ പിന്നെ ഞാൻ ഒരു പൊതി എടുത്തുകൊണ്ട് വന്നു. പിന്നെ റെയിൻകോട്ട് കണ്ടോ, റെയിൻകോട്ട് നോക്കുകയാണ്, കാരണം എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ മഴയാണല്ലോ. അപ്പോൾ മഴ സീസണാണ്, റെയിനി സീസൺ ആയതുകൊണ്ട് കുറച്ച് റെയിൻകോട്ട് തപ്പി നോക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ, കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ തൊപ്പിയൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഡോറ ബുജിയുടേതാണ്. അങ്ങനെ പിന്നെ ക്യൂട്ടായി, നല്ല ക്യൂട്ട് പർപ്പിൾ ആൻഡ് പിങ്ക് തീമിലായിരുന്നു. അങ്ങനെ കുറേ തപ്പിയതിന് ശേഷം ലാസ്റ്റ് എനിക്കൊരു എനിക്ക് ഒരു റെയിൻകോട്ട് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മേടിച്ചു. പിന്നെ ഞാൻ മുകളിലത്തെ സെക്ഷനിൽ വന്നു. എനിക്ക് കുറച്ച് ഒരു ഡയറി മേടിക്കാനുണ്ടായിരുന്നു ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറേ നോക്കി ലാസ്റ്റ് എനിക്ക് ഈ ഒരു ഡയറിയിൽ കുറച്ചൊക്കെ കട്ടി കൂടുതൽ തോന്നി. ഞാൻ കുറച്ച് റൈറ്റ് വെയിന് കൂടുതലുണ്ടായിരുന്നു. ഞാനൊരു ഫൈനലി ഒരു ഡയറി, ഇതിൻ്റെ ഫ്രണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളിതിനെ മേക്ക് ഓവർ ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ പിന്നെ ഞാനൊന്ന് എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ അറ്റത്തിരിക്കുന്ന ആ ബ്ലൂ ആണ് എൻ്റെ കയ്യിൽ, മറ്റേ കയ്യിലുള്ള ബ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, ബാക്കിൽ ബ്ലാക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഡയറി എടുത്തു. പിന്നെ ഇവിടെ വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് വാട്ടർ ബോട്ടിൽ നോക്കി. ദിസ് ഈസ് ഗായ്സ് മൈ ഫേവറേറ്റ് വാട്ടർ ബോട്ടിൽ, കാരണം ഇത് ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലായിരുന്നു. ഐ ലൈക്ക് ദിസ്. റെയിൻബോൻ്റെ ഉണ്ടായിരുന്നു, ബട്ട് അതിൽ 3 സെറ്റായിട്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെല് ചെയ്ത് പോയപ്പോൾ പിന്നെ ഞാൻ പിങ്ക് നോക്കി. അങ്ങനെ ഒരുപാട് കളേഴ്സ് വാട്ടർ ബോട്ടിൽസ് നോക്കിയിട്ടോ. അങ്ങനെ നോക്കി ഞാൻ ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇപ്പം നേരം പിടിച്ച ആ പിങ്ക് ഉണ്ടല്ലോ, ആ പിങ്ക് വാട്ടർ ബോട്ടിൽ മേടിച്ചു ലിറ്ററിൻ്റെ. അങ്ങനെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് നോക്കിയിട്ടോ. പിന്നെ ഫൈനലി ഞാൻ ആ വാട്ടർ ബോട്ടിൽ തന്നെയാണ് എടുത്തത്. അങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. ഐ മീൻ നമ്മളെ ഹെഡിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോ ഐറ്റംസൊക്കെ ഉള്ള എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കുറേ വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ കുഞ്ഞിതായിരുന്നു കേട്ടോ. പിന്നെ ദിസ് ഈസ് ദാറ്റ് റെയിൻബോ കളർ. പിന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ പല തീമിലുണ്ടായിരുന്നു. ബട്ട് പർപ്പിൾ തീമിലില്ലായിരുന്നു, ഗ്രേ തീമിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നോക്കുന്നുണ്ട്. ബട്ട് ഇതിൽ നോട്ട് 3 സെറ്റായിട്ടുള്ള ഇതിലില്ലായിരുന്നു ഗൈസ്. എൻ്റെ ഒരു ഭാഗ്യമില്ലായ്മ, മൈ അൺലക്ക്. ബട്ട് അതിനേക്കാളും ഗുഡ് ലക്കായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അൺലക്ക് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഏതുണ്ടോ ചെറുതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്കൊക്കെ മേടിച്ചെടുക്കാൻ പറ്റുന്ന ലിറ്ററിൻ്റെ തന്നെ. അങ്ങനെ ഇങ്ങനെ ഒരുപാട് കുറേ തപ്പിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വാട്ടർ ബോട്ടിൽ നോക്കൽ ഞാനൊരു കുറേ ഒരു 20-40 മിനിറ്റ് നോക്കിയിട്ടുണ്ടാവും. എന്നിട്ടാണ് ഞാൻ ഫസ്റ്റ് എടുത്തത് തന്നെ ലാസ്റ്റും എടുത്തത് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് എടുത്തുകൊണ്ട് കുറേ തപ്പി ലാസ്റ്റ് അതെ ഫസ്റ്റ് എടുത്ത് തന്നെ എടുക്കുന്നത്. കുറേയൊക്കെ എടുത്തിട്ടുണ്ടാവും, എനിക്ക് വലിയ ഓർമ്മ ഒന്നുമില്ല. പിന്നെ കണ്ടോ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണമെന്ന്. പിന്നെ ഇത് ഈ പിങ്കാണ് ഞാൻ എടുത്തത്. റൺസും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നോക്കി, കുറേ നോക്കി. അങ്ങനെ പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ കണ്ടു, അത് നല്ല ക്യൂട്ടായിരുന്നു. അതേപോലെ ഈ വാട്ടർ ബോട്ടിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ 3 സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഈ ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സുമാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എൻ്റെ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ സഫലമായി. ഞാൻ ആ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു ഫൈനൽ. പിന്നെ ഒരുപാട് ക്യൂട്ട് വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ആ കാണുന്ന വാട്ടർ ബോട്ടിലിൻ്റെ പിങ്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതേ കണ്ടോ ഒരു ഹാറ്റുള്ള വാട്ടർ ബോട്ടിൽ, ഇതിൻ്റെ പിങ്ക് കളറൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മറ്റേ വൈറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പല വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. വെറൈറ്റി കളക്ഷൻ ഓഫ് വാട്ടർ ബോട്ടിൽസ് ആയിരുന്നു. അങ്ങനെ കുറേ നോക്കി ഞാൻ ഫൈനൽ ലിറ്ററിൻ്റെ തന്നെ എടുത്തു. അങ്ങനെ ഡയറിയൊക്കെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് അങ്ങനെ നല്ല കുറേ ഷോക്ക് അവിടെ നിന്ന് ഇറക്കി. ബട്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വാട്ടർ ബോട്ടിൽസൊക്കെ വാട്ടർ ബോട്ടിൽ മേടിച്ചു. പിന്നെ ഓരോരോ സെക്ഷനിലോട്ട് പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തന്നെ ആ സെക്ഷനിൽ തന്നെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ്, ഫ്ലവേഴ്സ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഹെഡിൽ ഓരോ യൂണിക്കോൺ, റെയിൻബോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടാൻ പാത്രമൊക്കെ ഉണ്ടായിരുന്നു, ക്ലേ, പിന്നെ ഞാൻ ഡയറി അങ്ങനെയൊക്കെ. പിന്നെ ഒരു ടെഡിനെ കണ്ടോ നിങ്ങൾ, നല്ല ക്യൂട്ടായിട്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ട്. അങ്ങനെ അത് നല്ല ക്യൂട്ടായി. പിന്നെ കുറേ ബാഗുകളൊക്കെ ബാഗ് സെക്ഷനിലുണ്ടായിരുന്നു. വെറൈറ്റി കളക്ഷൻ ഓഫ് ബാഗ്സ്. ഇതിൻ്റെ മുമ്പ് ഇതിനേക്കാളും ക്യൂട്ടായിട്ടുള്ള ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ അവിടെ വെച്ചിട്ട്. അങ്ങനെ അവളായി കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ അവളെന്നോട് ചോദിച്ചു നീ എന്തൊക്കെ മേടിച്ചു എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഞാൻ അവൾക്ക് കാണിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൻകോട്ട് കാണിച്ചു കൊടുത്തു, പൊതി കാണിച്ചു കൊടുത്തു, പിന്നെ നോട്ട്ബുക്ക് കാണിച്ചു കൊടുത്തു, ഡയറി കാണിച്ചു കൊടുത്തു. അങ്ങനെ അവളെ മുമ്പിൽ കുറേ ഞാൻ എല്ലാം കാണിച്ചു കൊടുത്തു. വാട്ടർ ബോട്ടിലൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ബില്ലാക്കിയപ്പോൾ കണ്ടതാട്ടോ ഇതുപോലെ ഒരു കണ്ണടയും അങ്ങനെ ഒരു ബോയൊക്കെ ആയിട്ടൊരു സെറ്റ്. നല്ല ക്യൂട്ടായിരുന്നു, ചീപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു എറേസർ സെറ്റായിരുന്നു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പൊക്കെ ചെയ്തു, ബില്ലാക്കി. അപ്പോൾ ബില്ല് ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് നല്ല ടാറ്റൊക്കെ തരുന്നുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഒരു ഷോപ്പിലെത്തിയിരിക്കുന്നു. ദിസ് ഇസ് KK മാൾ. ഇവിടെ നിന്നും ഞാൻ കുറേ സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ദിസ് ഇസ് കൊടുവായൂരുള്ള KK സ്റ്റോറോ അങ്ങനെ എന്തോണ്. അപ്പോൾ ഞങ്ങളെ യൂണിഫോമിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ അവിടെയുണ്ട് കുറേ ബാഗ്, ഓരോരോ കോല. അപ്പോൾ ഓരോരോ കോലങ്ങൾ ആയ സാധനങ്ങൾ, ക്യൂട്ടായിട്ടുണ്ട്. ചിലത് കുറച്ചൊക്കെ കുഴപ്പമില്ല, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കെല്ലാം എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചില സമയത്ത് ഞാനിങ്ങനെ പറയുമ്പോൾ എന്താ പറയണമെന്ന് എനിക്ക് തന്നെ ഒന്നും അറിയില്ല എന്താ ഞാൻ പറയണതെന്ന്. അതൊക്കെ നിങ്ങൾ പിന്നെ ക്ഷമിക്കണം. അങ്ങനെ പിന്നെ ഒരു യൂണിക്കോൺ ബാഗ് കിട്ടിയ റൺസുകൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ഡൈനുമോളൊക്കെ ഒരു ബാഗിൻ്റെ പോലെ ഉണ്ടായിരുന്നു, ടച്ച് ഉണ്ടായിരുന്നു. അതിന് മുകളിൽ ഇതുപോലത്തെ ഒരു ബാഗായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി ഞാനത് ഇവിടെ വെക്കാനുള്ളൊരു ഒരു പാടാണ് ഈ കാണുന്നത്, വെക്കാനുള്ള കഷ്ടപ്പാട്.
ഫൈനൽ ഉമ്മച്ചീനെ വെച്ചെന്നു. എന്നെ കൊണ്ട് വെക്കാൻ കഴിയില്ല. പിന്നെ കുറേ കിഡ്സൊക്കെ ഉണ്ടായിരുന്നു. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളെ കാത്തു എന്നോടിഷ്ടം കൂടാൻ ആർക്കാണിഷ്ടം ആർക്കാണിഷ്ടം. അപ്പോൾ ആ ഒരു കാത്തുവിൻ്റെ പിക്ചർ കണ്ടപ്പോൾ എനിക്ക് ആ പാട്ടായിട്ട് ഓർമ്മയായത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിറ്റൊക്കെ പിടിച്ചു. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ദിസ് ഈസ് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ബാഗാണെന്ന്. പിന്നെ നിങ്ങൾ മനസ്സിലായത് ദിസ് ഈസ് കിറ്റ് ഗായ്സ്. അങ്ങനെ കുറേ ബാഗുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു പൊതി, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ്. പിന്നെ എനിക്ക് ഇവിടേക്ക് ബാഗ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഹലോ കിറ്റിയുടേതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈശോ റംസു അവിടെ എന്തോ ഒരു ഭീകരമായ തപ്പലാണ് നടത്തുന്നത്. അപ്പം ഞാനും പോയി നോക്കി എന്തത് ചെയ്യണേന്ന്. അപ്പം നോക്കിയപ്പോൾ ഇപ്പം ബോക്സും പൗച്ചൊക്കെ നോക്കുകയാണ്. അതാണ് സംഭവം. അതാണ് ഇത്രയും തപ്പലുകൊണ്ട് തപ്പുന്നത്. അപ്പോൾ നമ്മളതൊക്കെ നോക്കി. ഇറ്റ്സ് ലുക്ക് ക്യൂട്ട്. കുറേ ക്യൂട്ട് പൗച്ച് ഉണ്ടായിരുന്നു. ബട്ട് ഇതിനേക്കാളും ക്യൂട്ടായ പൗച്ചാണല്ലോ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ ഒരു അഭിമാനമൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറേ വെറുതെ നോക്കി. പിന്നെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. കുറേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ക്യൂട്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, പെൻസിലൊക്കെ കാണും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പോലെ. പിന്നെ ഇവിടെ പുതിയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറേ നേരം നോക്കിയിരുന്നു. അങ്ങനെ അതൊക്കെ തൊട്ട് നോക്കി, ഓരോന്ന് എടുത്തൊക്കെ നോക്കി. അങ്ങനെ പലതും പല മോഡലായിരുന്നു. പല മോഡലും എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ പൊതികളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ ഷൂസ് നോക്കലാണ്. അങ്ങനെ സ്കൂൾ ഷൂസ് കുറേ തപ്പി. കുറേ സൈസില്ല, കുറേ സൈസ് കൂടുതലാണ്. അങ്ങനെ കുറേ തപ്പി. ലാസ്റ്റാണ് എനിക്ക് പാകമുള്ളത് എനിക്കൊന്നും കിട്ടിയത് കേട്ടോ ഷൂസ്. അപ്പോൾ റംസു നിങ്ങൾക്ക് കുറേ പൊതികൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ഭീകര തപ്പലായിരുന്നു അവിടെ നിന്നിട്ട്. പിന്നെ അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ചപ്പൽസ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കുറേ ഐറ്റംസൊക്കെ കിട്ടും. ഒരു 100ൽ 100ൽ 99% സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഉദ്ദേശിച്ചത് കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ ഷൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് നോക്കി. പിന്നെ നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി. ഷൂസസൊക്കെ കുറേ സൈസ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് ഈ ഒരു സൈസ് കിട്ടിയിട്ടുണ്ട്. ക്യൂട്ടായിരുന്നു കേട്ടോ. ഫൈനലി എനിക്ക് ഈ സൈസ് കിട്ടി. എൻ്റെ സൈസ് കിട്ടി. പിന്നെ അത് നമ്മളവിടുന്ന് പാക്ക് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തു. പിന്നെ ഞാൻ അവിടുന്ന് ഷൂസൊക്കെ പാക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് ഞാൻ വീണ്ടും ഷൂസ് ഇട്ടലോക്കാനാണ്. ഈ ഷൂസ് കുറേ പണ്ടുണ്ട്. പക്ഷേ ഞാൻ പാക്ക് ചെയ്താലും ഞാൻ വീണ്ടും ഷൂസ് ഇട്ട് നോക്കും. അതാണല്ലോ എൻ്റെ പണ്ടത്തെ ഒരു അസുഖം അല്ലേ, ബുദ്ധിയില്ലായ്മ. എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ചപ്പൽ സെക്ഷൻ. ഇറ്റ്സ് ലുക്ക് ക്യൂട്ട് എസ്തെറ്റിക്. അങ്ങനത്തെ ഒക്കെ കുറേ ചപ്പൽസ് ഞാൻ കണ്ടു കേട്ടോ. എസ്തെറ്റിക് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ IM ഫാൻസിയിൽ നിങ്ങൾ ഒരു 100ൽ 100% നിങ്ങൾക്ക് കിട്ടും. കാരണം ഈ KKയിലും നിങ്ങൾക്ക് 100% കിട്ടുമായിരിക്കും. IM ഫാൻസിൽ ഉറപ്പായിട്ടും കിട്ടും. കാരണം അവിടുത്തെ ഈ എസ്തെറ്റിക് ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര മോഹം തോന്നുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന്. പിന്നെ ഞാൻ വെറുതെ ചപ്പൽ നോക്കി, ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങളൊരു അവിടുത്തെ ഒരു പ്രതിമ ലുക്സ് ആയിരുന്നു. ഇതാണ് ഇഷ്യൂ. അനങ്ങി ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും നോക്കിയൊരു ഇളക്കുണ്ട്. പണ്ടാരക്കൊതു വന്ന് കടിച്ചു എന്നെ. പിന്നെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന പോലെ ചെയ്തു. പിന്നെ ഞാൻ ഓരോരോ കോലത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇഷ്യൂനെ ഞാൻ അങ്ങോട്ട് തള്ളി കൊണ്ടുപോയി. എന്നിട്ട് അവിടെ പ്രതിമയെ സ്കെച്ചുമായി നിന്നു. പിന്നെ അവിടെ ബില്ലാക്കലായിരുന്നു പണി. അപ്പോഴേക്കും ഞങ്ങളോരോ കലാപരിപാടികൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ പണ്ടേ വട്ടാണല്ലോ അല്ലേ. അപ്പം ഞങ്ങളവിടെ നിന്ന് കുറേ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചു. പിന്നെ സാധനമൊക്കെ മേടിച്ചു. നമുക്ക് കവറൊക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്. പിന്നെ IM ഫാൻസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോസായിട്ടൊക്കെ ഞാൻ വരാം കേട്ടോ. എങ്ങനത്തെ വീഡിയോ ആണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് വിടുക. അപ്പോൾ
പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.